ഇങ്ങോട്ട് അയച്ചത് എന്തിനാ? അള്ളാഹുവിനെ ചിന്തിച്ച് അമൽ ചെയ്യാനാണ് അയച്ചത്. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും മനുഷ്യ ജിന്ന് വർഗ്ഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ പടച്ചിട്ടില്ല എന്ന് അല്ലാഹു പറഞ്ഞത് എന്തിനാ? ആരാധനയാണ് നമ്മൾ കൊണ്ടുള്ള ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യം മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കാം. നിങ്ങൾ നോക്ക്, വാഷ്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് പോകുന്നവൻ അങ്ങോട്ട് കടക്കുമ്പോൾ ചെല്ലേണ്ടത് അറിയുമല്ലോ, ഇടത് കാല് വെച്ച് തലമറച്ച് വൃത്തിയായിട്ട് കയറുക. തിരിച്ചിങ്ങോട്ട് ഇറങ്ങുമ്പോ വലത് കാല് വെച്ച് ഇറങ്ങുമ്പോ എന്താ ചെല്ലേണ്ടത്? ടോയ്ലറ്റ് അത് തന്നെ. അല്ലാഹു നിന്നോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു, നിന്നോട് പാപമോചനത്തിന്. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അൽഅദാ വഅഫാനി. എന്റെ ശരീരത്തിൽ നിന്ന് മ്ലേച്ഛതകളെ നീക്കി എനിക്ക് സൗഖ്യം നൽകിയ അല്ലാഹുവേ നിനക്കാണ് അഖിലസ്തുതി. അതാണ് അതിന്റെ അർത്ഥം. അത് പറയണം. കാരണം ശരീരത്തിലുള്ളതാകുന്ന മ്ലേച്ഛതകൾ കെട്ടിക്കിടന്നിട്ട് മലവും മൂത്രവും പുറത്തു പോകാൻ സാധിക്കാതെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഡോക്ടർമാർ വന്ന് നിർദ്ദേശിച്ചിട്ട് ഹോൾ ചെയ്തിട്ട് കീറി മുറിച്ചിട്ട് ആ ഭാഗങ്ങളിലൂടെ പമ്പ് ചെയ്യുന്നതാകുന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരു പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ട് അതിലൂടെ മലവും മൂത്രവും പുറത്തെടുക്കുന്നതാകുന്ന എത്രയോ ആളുകൾ കോഴിക്കോടും വിവിധങ്ങളാകുന്ന കൊച്ചി നഗരത്തിലുള്ളതാകുന്ന എറണാകുളത്തിലുള്ള വലിയ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അതെന്തായാലും ദ്വാരക്കാം. അല്ലാഹു മ്ലേച്ഛതകൾ കെട്ടിക്കിടന്നത് ഒഴിവാക്കി തന്നല്ലോ, അതിന് അല്ലാഹുവിനെ സ്തുതിക്കാം. എന്റെ ചോദ്യം അതല്ല, എന്തിനാണ് ഗുഫ്റാനക എന്ന് പറഞ്ഞത്? അല്ലാഹു നിന്നോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്ന് വാഷ്റൂമിൽ ടോയ്ലറ്റിൽ പോയിട്ട് ഇറങ്ങുന്നതാകുന്ന ഒരു വ്യക്തി എന്തിന് ആ വാക്ക് ആദ്യം പറഞ്ഞു? എന്താ ബാത്റൂമിൽ പോകൽ അത്ര വലിയ കുറ്റകൃത്യമാണോ? എന്തുകൊണ്ടത് പറഞ്ഞു? ഇമാമികൾ അയിമത്തുകൾ വിശദീകരിക്കുന്നു, വാഷ്റൂമിൽ പോകുന്നതാകുന്ന ആ സമയത്തും അവിടെ ഇരിക്കുന്ന വേളയിലും ഖുർആൻ ഓതാനോ ദിക്ർ ചൊല്ലാനോ പറ്റൂല. അല്ലാഹുവിനെ സ്മരിക്കാൻ പറ്റുന്ന സമയമല്ല. ആ കുറഞ്ഞ സമയം അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് വിട്ടുനിന്നതിന്റെ കാരണത്താൽ പടച്ചറബിനെ ശിക്ഷിക്കരുത്. ഗുഫ്റാനക, നിന്നോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്നാണ് അതിന്റെ വിശാലമായ അർത്ഥമെന്ന് സൂഫിയാക്കൾ രേഖപ്പെടുത്താൻ. ആലോചിക്കണം, ആ കുറഞ്ഞ സമയത്ത് ഒഴിവാക്കി നിന്നതിന് തന്നെ അല്ലാഹുവിന്റെ പാപമോചനത്തിന് അർത്ഥിക്കുക. നമുക്ക് പിന്നെ അവിടെയും കുറെ ആലോചിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പത്രമായിട്ട് അകത്തോട്ട് കയറുന്നത്, അവിടെ ഫോണുമായിട്ട് നോക്കാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് അവന്റെ ജീവിതത്തെ കൊണ്ടുപോകേണ്ടതെന്ന് പരിശുദ്ധമായ ഇസ്ലാമും പരിശുദ്ധ പ്രവാചകരും വ്യക്തമായി നമുക്ക് വരച്ചു കാട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നമ്മൾ എന്തിനു നന്നാവും? ഈ കോട്ടും സൂട്ടും ഇട്ടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് വല്ല ആയോ? 10 കല്യാണത്തിന് കൂടിയതുകൊണ്ട് രക്ഷപ്പെടുമോ? ഭക്ഷണം കഴിച്ചതുകൊണ്ട് ജീവിക്കാമോ? എങ്ങനെ നമ്മൾ രക്ഷപ്പെടുക? ഇത് ദുനിയാവല്ലേ സഹോദരങ്ങളെ? ദുനിയാവിലെ മനുഷ്യ ജീവിത ഘട്ടത്തിൽ രണ്ടാമത്തെ ജീവിത ഘട്ടമാണ് ദുനിയാവ്. മനസ്സിലായിക്കോ? ഇവിടെ കൊണ്ട് തീരുകയല്ല. ഈ ജീവിതം ഇനി അങ്ങോട്ട് മുന്നോട്ട് കടക്കാണ്. മറ്റുള്ളതാകുന്ന മതക്കാര്, ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ വിചാരിക്കുന്ന പോലെ ഈ ലോകം കൊണ്ട് തന്നെ അവസാനിക്കുന്ന ഒരു ലോകത്തിലേക്കല്ല നമ്മൾ എത്തുന്നത്. ഇവിടെ നമ്മോട്ട് തുടങ്ങുകയാണ് നമ്മുടെ ജീവിതം. മനസ്സിലാക്കണം, 5 ജീവിത ഘട്ടങ്ങളാണ് മനുഷ്യനുള്ളത്. എത്ര ജീവിത ഘട്ടങ്ങൾ? ഒന്ന് ഉറക്കം പറയും. 5 ജീവിതഘട്ടം. 1 ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. ആത്മാക്കളുടെ ലോകം 1-ാം കാലഘട്ടം. അഥവാ നമ്മൾ ഇന്ന് ഈ കാണുന്ന ശരീരമില്ലാതെ നമ്മുടെയൊക്കെ റൂഹുകളെ, ആത്മാവിനെ മാത്രമായി അല്ലാഹുവിന്റെ ദർബാറിൽ, അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ അല്ലാഹു ഒരുമിച്ച് വെച്ചു. നമ്മുടെ ശരീരം ഒന്നുമില്ല, എന്തേ ഉള്ളൂ? റൂഹ് മാത്രമുള്ള ആത്മാവ്. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിതമാകുന്ന ആലമുൽ ദുനിയ, ഇഹലോകമാകുന്ന ആലമുൽ ദുനിയ, ഇഹലോകത്തേക്ക് നമ്മളെ അല്ലാഹു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 2ാമത്തെ ജീവിതഘട്ടമാണ്. ശരിക്കും മനസ്സിലാക്കുക, 2ാം ജീവിതഘട്ടമാണ് ആലമുൽ ദുനിയ, ഭൗതികമായ ലോകം.
ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും സുഹൃതം അനുഷ്ഠിച്ചിരിക്കണം. ഇവിടെ നിസ്കാരം വേണം, ഇവിടെ നോമ്പ് വേണം, ഇവിടെ സകാത്ത് വേണം, ഇവിടെ ഹജ്ജ് വേണം, എല്ലാ നന്മകളും വേണം. കാരണം എല്ലാം ഏറ്റെടുത്ത് അല്ലാഹു നീയാണ് റബ്ബ് എന്ന് അംഗീകരിച്ചിട്ടാണ് ഒന്നാം ജീവിതഘട്ടത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് അല്ലാഹു നമ്മളെ അയച്ചത്. അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാൻ നിസ്കരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അംഗീകരിച്ചിട്ടാണ് വന്നത്. ഇന്നുള്ള നിരീശ്വരവാദികളും യുക്തിവാദികളും വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും അന്നുണ്ടായിരുന്നു. അന്ന് എല്ലാവരും സമ്മതം മൂടിയതാണ്. രണ്ടാം ജീവിതഘട്ടത്തിലേക്ക് വന്നപ്പോൾ അതൊക്കെ താറുമാറായി. എല്ലാവരും അങ്ങോട്ടും വഴിമാറി. കുറഞ്ഞ മുഅ്മിനീങ്ങൾ അവർ അല്ലാഹുവിനെ കൊണ്ട് വിശ്വാസം പുലർത്തുന്നു. എന്നാൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിത ക്രമം ഇല്ലാതെ പോയി. മുഅ്മിനെന്ന പേര് മാത്രം, നോമ്പില്ല മുഅ്മിനെന്ന പേര് മാത്രം, സകാത്ത് കൃത്യമായി കൊടുക്കുന്നില്ല മുഅ്മിനെന്ന പേര് മാത്രം, ഹജ്ജ് ചെയ്യാനേ താല്പര്യമില്ല, അതിനുവേണ്ടി പണം സ്വരൂപത്തിൽ വെക്കുന്നില്ല, മുഅ്മിനെന്ന പേര് മാത്രം. അങ്ങനെ നമ്മൾ യഥാർത്ഥ മുഅ്മിന. ഇനി നമ്മൾ അടുത്ത ജീവിത ഘട്ടത്തിലേക്ക് പോവാണ്. ദുനിയാവിൽ ആലമുൽ ബർസഖ് 5 ജീവിതഘട്ടമാണ് നമുക്കുള്ളത്. ഒന്ന് കഴിഞ്ഞു ആത്മാക്കളുടെ ലോകം. ഇപ്പോൾ വസിക്കുന്നത് ഏതാണ്? ദുനിയാവ് രണ്ടാം ജീവിതഘട്ടമാണ്. ഇവിടെ നമ്മൾ അടുത്ത ജീവിതഘട്ടത്തിലേക്ക് പോവാണ്. ഒക്കെ ശരിക്കും മനസ്സിലാക്കുന്ന വിഷയമാണ് ഈ പറയുന്നത്. കാരണം നമ്മൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ല, നമുക്കൊരു പ്രത്യേക അടിസ്ഥാനമുണ്ട്, ഒരു ബേസ് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നത്? ഒരു സ്വപ്ന ലോകം പോലെ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് കേൾക്കുന്നു, കുളിക്കുന്നു, റെഡിയാക്കുന്നു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു, ജോലി ചെയ്യുന്നു, ചോറുണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു, വൈകുന്നേരം ആവുമ്പോൾ മാസം വെച്ച് മാസം അടിച്ച് റാഹത്തായിട്ട് മാസമായി. അവസാനം നമ്മൾ ഏത് കോലത്തിലാ പോകുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അടുത്ത ജീവിതഘട്ടം നമുക്കുണ്ട്. ആലമുൽ ബർസഖ്, ഖബർ എന്ന് പറയുന്ന ഭയാനകമായ ലോകം നമ്മളെ കാത്തിരിക്കുന്നു. ശരിക്കും മനസ്സിലായി. ദുനിയാവിൽ നിന്ന് നമ്മൾ അടുത്ത ജീവിതഘട്ടത്തിലേക്ക് പോകേണ്ടവരാണ്. മഹ്ശർ എന്ന് പറയുന്ന 4ാം ജീവിതഘട്ടത്തിന്റെയും ദുനിയാവ് എന്ന് പറയുന്ന 2ാം ജീവിതഘട്ടത്തിന്റെയും ഇടയിലുള്ള മറയുടെ ലോകമാണ് ഖബർ. ശരിക്കും മനസ്സിലാക്കണേ. 1ാം ജീവിത കാലഘട്ടം അല്ലാഹുവിന്റെ തിരുഹദറത്തിൽ ആത്മാവായി. 2ാം ജീവിതഘട്ടത്തിൽ ഈ ഭൂമിയുടെ തൊലിപ്പുറത്ത് ദുനിയാവിൽ നമ്മൾ ജീവിക്കാം. അതിൽ നമ്മളൊരു വിഭാഗം ആളുകൾ ദ്വീപിൽ വന്ന് വസിക്കുന്നു. നമ്മളെ പോലെ മറ്റു ദ്വീപുകളിലായിട്ട് ആളുകൾ കഴിയുന്നു. കുറെ പേര് കരയിൽ കഴിക്കുന്നു. ഭൂമിയുടെ തൊലിപ്പുറത്താണ് നമ്മളുള്ളത്. ഇനി നമ്മൾ അടുത്ത ജീവിതഘട്ടം ഭൂമിക്ക് അടിയിലാണ് പോകുന്നത്. എല്ലാ ലോകത്തും അല്ലാഹു കൊണ്ടുപോവാണ്. ആലമുൽ ബർസഖ്, ഖബറിന്റെ അടിയിലേക്ക് പോവാണ്. ഓൾറെഡി നമ്മുടെ കുടുംബത്തിൽ പല ആളുകൾ പോയി കഴിഞ്ഞു. വാപ്പ പോയി, ഉമ്മ പോയി, സഹോദരൻ പോയി. അടുത്തത് എന്ന് ആ ചോദ്യചിഹ്നമാണ് നമുക്ക്. തീരാൻ പോവാൻ അണയാറായി നമ്മൾ ഓരോരുത്തരും. അല്ലാഹു നമുക്ക് ദീർഘായുസ്സ് നൽകട്ടെ. എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ഏത് സെക്കൻഡിലും മരണമുണ്ടാകാം. ചെറിയ കുട്ടികൾ പോലും മരണപ്പെട്ടു പോകുന്നു. എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. ഇന്നിപ്പോ ഒരു സഹോദരൻ എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. മലപ്പുറം ജില്ലയിലെ ചേളാരിയിലുള്ള 13 വയസ്സുകാരനാകുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. 13 വയസ്സേ ഉള്ളൂ. എന്തിനാ ആത്മഹത്യ ചെയ്തത്? മൊബൈൽ ഫോൺ ഉടമ പിടിച്ചു വാങ്ങിച്ചു വെച്ചു. മൊബൈൽ ഒരുപാട് രാത്രിയിലിട്ട് ഗെയിം കളിക്കുകയും പലത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർ പിടിച്ചു വെച്ചു. ആ ഒരൊറ്റ ദേഷ്യത്തിൽ അവൻ രാത്രിയിൽ തന്നെ കയറെടുത്ത് കഴുത്തിലിട്ട് കുരുക്കി ഫാനിലിട്ട് അപ്പോഴേ തന്നെ മരിക്കാൻ തയ്യാറായി. ആത്മഹത്യ ചെയ്തു. 13 വയസ്സുള്ളതാണ്. അല്ലാഹു അവന് പുറത്തു കൊടുക്കട്ടെ. അറിവില്ലാത്തതിന്റെ പേരിൽ ചെയ്തതായ അല്ലാഹു അവന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എങ്ങനെയാണോ ആത്മഹത്യ ചെയ്യുന്നത് അതേ ശിക്ഷ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നൽകും. കാലാകാലം നരകത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരിക്കലും തിരിച്ചു വരൂ. ഖാലിദീന ഫീഹാ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. ഹദീസ് അങ്ങനെ. എങ്ങനെയാണോ നീ ഈ ദുനിയാവിൽ ആത്മഹത്യ ചെയ്തത്, കയ്യിലെ നരമ്പ് മുറിച്ചു, SLCക്ക് തോറ്റു, ബസ്സിന് തോറ്റു, മഞ്ഞ പിടിച്ചു, നരമ്പ് മുറിച്ചു, എങ്കിൽ അതേ ശിക്ഷ കൊണ്ട് തന്നെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തരും. കയ്യിലേക്ക് കത്തി തരും, ബ്ലേഡ് തരും, കയ്യിലെ നരമ്പ് മുറിക്കും, രക്തം വാർന്നൊലിക്കും, മരണത്തിൻ്റെതാകുന്ന വിളിയാളം ഉണ്ടാകും, നല്ല അതിശക്തമാകുന്ന മരണത്തിന്റെ വേദന അനുഭവിക്കും. വീണ്ടും നിന്റെ ശരീരത്തിലേക്ക് റൂഹ് തരും, വീണ്ടും കയ്യിൽ ബ്ലേഡ് തരും, വീണ്ടും മുറിക്കും. ഇത് തന്നെ പണി. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. ശ്വാസം മുട്ടിച്ച ആളുകൾ, അല്ലെങ്കിൽ വിഷമടിച്ച ആളുകൾ,
വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആളുകൾ ഒക്കെ അതേ രീതിക്ക് തന്നെ കാലാകാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് ആ സംവിധാനം കൊടുക്കും. അങ്ങനെ തന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കും. ആത്മാവ് വേർപിരിയും, വീണ്ടും അവരിലേക്ക് റൂഹ് ഇട്ടുകൊടുക്കും. ഇത് തന്നെ അവർക്ക് ആവർത്തിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല. ശരിക്കും മനസ്സിലായിക്കോ സഹോദരിമാരും, വിദ്യാഭ്യാസം വരുന്നതാകുന്ന സഹോദരിമാരൊക്കെ ശരിക്കും മനസ്സിലായിക്കോ, സഹോദരങ്ങൾ മനസ്സിലായിക്കോ. 13 വയസ്സുള്ളതാകുന്ന ഒരു കുട്ടിയാണ് ഇന്നലെ ചേളാരിയിൽ മരിച്ചത്. മലപ്പുറം ജില്ലയിൽ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം ഉമ്മ തടഞ്ഞതിന്റെ പേരിൽ, പിടിച്ചു വെച്ചതിന്റെ പേരിൽ ധാർഷ്ട്യത കാണിച്ചത് ആലോചിച്ച് നോക്കുന്നു. റൂഹ് വേർപിരിയും. ഏത് സമയത്തും ഏത് സെക്കൻഡിലും നമുക്ക് സംഭവിക്കാം. ചെറിയ കുട്ടികൾ വരെ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നു. എത്രയോ സഹോദരിമാർ ബ്രസ്റ്റ് നീക്കം ചെയ്തു, മാരകമാകുന്ന ക്യാൻസർ വന്നിട്ട് വലിയ സീരിയസ് ആയി കഴിയുന്ന എത്രയോ സഹോദരങ്ങൾ സഹോദരിമാരുടെ മക്കളിലുണ്ട്. അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, അടുത്ത ജീവിതഘട്ടം അതാണ് ഖബർ എന്ന് പറയുന്ന ഭയാനകമായ ലോകമാണ്. ആലമുൽ ബർസഖ്. ആ മൂന്നാമത്തെ ജീവിതഘട്ടം കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ ജീവിതഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതേതാണ്? മഹ്ശറയാണ്. ആലമുൽ ഹശ്ർ, മഹ്ശറയിലേക്ക് പോകും. ആലമുൽ ഹശ്റിൽ നിന്ന് പിന്നെ നമ്മളൊരു യാത്ര പോകും. എങ്ങോട്ടാ? അൽ ജന്നത്തു അവിന്നാർ. അഞ്ചാമത്തെ ജീവിതഘട്ടം ദുനിയാവാകുന്ന ഇപ്പോൾ വസിക്കുന്നതായ ഈ കാലയളവിൽ സുകൃതം ചെയ്തവന്, നന്മ ചെയ്തവന് അൽ ജന്ന, സ്വർഗ്ഗം. ദുനിയാവാകുന്ന ഇപ്പോൾ വസിക്കുന്ന ഈ കാലയളവിൽ ഈ ഭൂമിയുടെ തൊലിപ്പുറത്ത് കള്ളുകുടിച്ച് ലഹരി നുണഞ്ഞ അശ്ലീലത കണ്ട് ദീനിനെതിരായി പ്രവർത്തിച്ചുകൊണ്ട് നടന്നവർക്ക് അന്നാർ, കത്തിച്ചുരിക്കുന്ന നരകം. ശരിക്കും മനസ്സിലാക്കുക. ഇതാണ് മനുഷ്യന്റെ ജീവിതഘട്ടങ്ങൾ. അപ്പൊ എത്ര ജീവിതഘട്ടങ്ങളുണ്ട്? 5 ജീവിതഘട്ടങ്ങൾ. ഒന്ന് കഴിഞ്ഞു, രണ്ടാമത്തതിലാണ് ഇപ്പോഴുള്ളത്. ഒന്നാമത്തെ കാലയളവിൽ നമ്മളെടുത്ത കരാറിന്റെ പൂർത്തീകരണം നടക്കേണ്ടത് ഇവിടെയാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യണം. ആഖിറത്തിലേക്കുള്ള കൃഷിയിടം ഇവിടെയാണ്. ഇവിടെ എന്തെങ്കിലും പണിയെടുക്കണം. ഏത് പണി? ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പണി. ഇവിടെയാണ് അമൽ ചെയ്യുക. ഇവിടെ അമൽ ചെയ്താൽ അടുത്ത ജീവിതഘട്ടങ്ങളിലൊക്കെ സുരക്ഷിതത്വം. അതായത് അടുത്ത ജീവിതഘട്ടം ഒന്ന് ഖബർ, അത് കഴിഞ്ഞാൽ പിന്നെ മഹ്ശർ. അവിടെ രണ്ടും രക്ഷപ്പെട്ടാൽ പിന്നെ എങ്ങോട്ട് പോകും? നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. സ്വർഗം കിട്ടണമെങ്കിൽ ദുനിയാവാകുന്ന ഈ കാലയളവിൽ നന്മ ചെയ്തിട്ടുണ്ടാവണം. നരകം നിർബന്ധമാകും ആർക്ക്? ഈ കാലയളവിൽ കളിതമാശ വെച്ചുകൊണ്ട് നടന്നവർ. ഇതാണ് നമ്മുടെ ജീവിതഘട്ടം. ഇത് ബേസാണ്. ഇത് നിർബന്ധമായും പഠിക്കേണ്ട അറിവാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത ഘട്ടങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ നമ്മൾ നന്നാവുള്ളൂ. ഇത് വെറുതെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ. അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ കരുതുന്നുണ്ടോ, വിചാരിക്കുന്നുണ്ടോ അല്ലാഹു നിങ്ങളെ ഈ ദുനിയാവിലേക്ക് വെറുതെ പടച്ചതാണെന്ന് കരുതുന്നുണ്ടോ? വെറുതെ അല്ലാഹു പടച്ചതാണ്. വെറുതെ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഈ ദുനിയാവിൽ കുറച്ചാൾ ജീവിച്ചിട്ട് പിന്നെ അങ്ങ് മരിച്ചു പോകാം, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹു നിങ്ങളെ വെറുതെ പടച്ചതല്ല. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പടച്ചതാണ്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ ആരെയും തന്നെ നമ്മളിലേക്ക് മടക്കില്ല എന്ന് കരുതുന്നുണ്ടോ? നാളെ നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം മഹ്ശറിലേക്ക് കൊണ്ടുവരില്ല എന്ന് കരുതുന്നുണ്ടോ സഹോദരാ? ഒരാളും അങ്ങനെ കരുതരുതേ. നിങ്ങളെ സൃഷ്ടിച്ചതിൽ വ്യക്തമായ ലക്ഷ്യബോധമുണ്ട്. നിങ്ങളെ അല്ലാഹു നാളെ മരിപ്പിച്ചതിന് ശേഷം നിങ്ങളെ തിരിച്ച് മഹ്ശറിലേക്ക് കൊണ്ടുവരുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അവിടെ ലക്ഷ്യം മറന്നവനായി നമ്മൾ ജീവിക്കണം. ദുനിയാവാണ് ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടിയിട്ടാണ് അല്ലാഹു മരണവും ജീവിതവും ക്രമപ്പെടുത്തിയത്. തബാറകല്ലദീ ബിയദിഹി
ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു വെളിപ്പെടുത്തുകയാണ്. അധികാരത്തിന് പരമോന്നത പദവി അലങ്കരിക്കുന്നതായ അല്ലാഹു അവനത്ര പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവൻ സർവ്വതിന്മേൽ കഴിവുള്ളവനാണ് അല്ലാഹു. അവനൊരു സാദാസീത വ്യക്തിയായി കരുതരുതേ, കരുതരുതേ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെയും മരണത്തെയും നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്, മനുഷ്യ മാനവ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല, വെറുതെയല്ല. ജീവിതത്തിൽ അല്ലാഹു ജീവിതമെന്നും മരണത്തെ അല്ലാഹു പുൽകണമെന്നും അടുത്തതായി മരണമുണ്ട് എന്നും അല്ലാഹു ഇതിനെല്ലാം ക്രമീകരിച്ചിരിക്കുന്നതിന്റെ കാര്യം ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് അല്ലാഹുവിനെ ഏറ്റവും മെച്ചമായ രീതിക്ക് അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദുനിയാവിലേക്ക് അല്ലാഹു നിങ്ങളെ പടച്ചതെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ പടച്ചതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ട്. ശരിക്കും മനസ്സിലാക്കുക. എന്താ ലക്ഷ്യം? ഈ ജീവിതവും മരണവും ഒക്കെ അല്ലാഹു നൽകിയിരിക്കുന്നത് ഏറ്റവും നല്ലതുപോലെ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നത് ആര് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു പറയാ പരീക്ഷണാണെന്ന് അർത്ഥം. ദുനിയാവെന്ന് പറയുന്നത് തന്നെ പരീക്ഷണാണ്. ഇവിടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവണം, അപ്പോഴേ മോമിനാവുള്ളൂ. മോമിൻ അങ്ങനെ ഉണ്ടാവുമെന്നാണ്. അദ്ദുനിയാ സിജുനുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിരി ശഫീഉനാ റസൂലുള്ളാഹി. മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ജയിലാണ്. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് എന്ന് പറയുന്നത് തീർച്ചയായും പ്രയാസകരമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ദുനിയാവ് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായിരിക്കും, അവർക്ക് സ്വർഗ്ഗമാണ്. നമ്മൾ അമുസ്ലിമീങ്ങളായ ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയോ അവർക്ക് എന്ത് സുഖമുണ്ട്, റാഹത്തുണ്ടെന്ന് നമ്മൾ ചിന്തിക്കൂലേ? അവർക്ക് ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗമായി കൊടുത്തിരിക്കുകയാണ്. വിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് ക്രമീകരിച്ചിരിക്കുന്നത് ജയിലായിട്ടാണ്. ജയിലായിട്ടാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ജയിലറയാണ്. ഇവിടെ നമുക്ക് പ്രയാസം ഉണ്ടാകും, ഇവിടെ പ്രതിസന്ധികൾ ഉണ്ടാകും, സാമ്പത്തികമായ മാന്ദ്യമുണ്ടാകും, ശാരീരികമാകുന്ന അസ്വസ്ഥതകൾ ഉണ്ടാകും. കുടുംബത്തിൽ പലരും പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോയേക്കാം, കുടുംബജീവിതം താറുമാറേക്കാം. എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുനിയാവിൽ അല്ലാഹു വെച്ച് കിട്ടിയിരിക്കുന്നു മുസ്ലിമിന്. മുസ്ലിമിന് അല്ലാഹു നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും അത്രയേറെ പ്രതിസന്ധിയിലൂടെയല്ലേ പ്രവാചകൻ കടന്നു വന്നിട്ടുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിന്റെ കനക കട്ടിയായിരുന്നില്ലേ? ഹിദായത്ത് വിഭാവനം ചെയ്തിരുന്ന പ്രവാചകനല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അല്ലാഹു പരീക്ഷണങ്ങൾ നൽകി. അതുകൊണ്ട് പരീക്ഷണമില്ലാതെ ദുനിയാവിൽ സന്തോഷകരമാകുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകുമെന്ന് ഒരാളും ആശിക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ മനസ്സിലാക്കിക്കോണം, അല്ലാഹു നമ്മളെ മുഅ്മിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. മുഅ്മിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചെറുക്കുമാറാവട്ടെ. പക്ഷെ അപ്പോഴും നമ്മൾ തളരാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന പരീക്ഷണങ്ങൾ അതിജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. ഏകനാകുന്ന പടച്ച റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കണം.
അജബൽ അംരിൽ മുഅ്മിൻ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ് സഹാബ. അജബൽ അംരിൽ മുഅ്മിനി, മുഅ്മിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്, അത്ഭുതമാണ്. ഇന്ന സാബതു സറാഉ ശകറാ വ ഇന്ന സാബതു ളറാഉ സബറാ. എന്തെങ്കിലും ഒരു നന്മയുണ്ടായാൽ അല്ലാഹുവിനോട് നന്ദി പ്രകാശനം നടത്തുന്നതായ വ്യക്തിയാണ് മുഅ്മിൻ. അതവന് ഖൈറാണ്, ഖൈറാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നല്ല ഒരു വീട് കിട്ടിയാൽ, നല്ലൊരു വാഹനം കിട്ടിയാൽ, നല്ലൊരു കുടുംബ ജീവിതം കിട്ടിയാൽ, നല്ല മാർക്കോടുകൂടി വിജയിച്ചാൽ, നല്ലതാകുന്ന സാമ്പത്തികമാകുന്ന ഭദ്രത കൈവന്നാൽ അല്ലാഹുവിനോട് നന്ദി പ്രകാശനം നടത്താൻ മുഅ്മിൻ മടിക്കില്ല, മടിക്കില്ല. ഫകാന ഖൈറൻ ലഹു, അതവന്റെ ജീവിതത്തിൽ ഖൈറാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വഇന്ന സാബതു ളറാഉ സബറാ, എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ തയ്യാറാണ്, തയ്യാറാണ്. ഫകാന ഖൈറൻ ലഹു, അതവന് നേട്ടമാണ്, ഖൈറാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു മുഅ്മിന് ബുദ്ധിമുട്ട് വന്നാൽ അതിലവൻ ക്ഷമിക്കും. മരണമുണ്ടായി, മക്കൾ മരിച്ചു, ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, കുടുംബത്തിലെ ഏറ്റവും വലിയ ആശ്രയമായിരുന്ന വ്യക്തി മരണപ്പെട്ടു പോയി, സാമ്പത്തികമാകുന്ന ഒരു പ്രതിസന്ധി കടന്നു വന്നു. അപ്പോഴൊക്കെ അൽഹംദുലില്ലാ അല്ലാഹുവിന് നന്ദി പ്രകാശിപ്പിച്ച് ശുക്ർ ചെയ്തുകൊണ്ട് കൂടുന്ന മനുഷ്യനാണോ രക്ഷപ്പെട്ടു. അത് മുഅ്മിനിന്റെ ഏറ്റവും വലിയ വലിപ്പമാണ്. അജബൽ അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ രീതിയിൽ ജീവിക്കുന്ന മുഅ്മിൻ ഏത് രീതിയിൽ? ഖൈർ വരുമ്പോൾ അല്ലാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കും. സാമ്പത്തികമായ ഒരു ഭദ്രത വരുമ്പോ അല്ലാഹുവിന്റെ പള്ളിക്ക്, മദ്രസയ്ക്ക്, ദീനീ കാര്യങ്ങൾക്കൊക്കെ സദഖ കൊടുക്കും. ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകുമ്പോഴും അല്ലാഹുവിനെ മറക്കാതെ ജീവിക്കും. അല്ലാഹുവിനോട് പ്രയാസങ്ങൾ ഏറ്റുപറഞ്ഞ് പടച്ച റബ്ബേ എന്റെ എല്ലാ ജീവിതത്തിലും നീ തുണയാകണേ, രക്ഷ നൽകണേ എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ അവൻ തയ്യാറാണ്. മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, സൂഫീസ ചക്രവാള സീമയിൽ സൂര്യ തേജസ്സായി പരിലസിച്ചിരുന്നവരല്ലേ? അറിയില്ലേ നിങ്ങൾക്ക്? അദ്ദേഹം ഒരു സാദാസീത വ്യക്തിയല്ല, വലിയ ധനികനായ വ്യക്തി കൂടിയായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു. പക്ഷെ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഒരളവ് പോലും അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് അദ്ദേഹത്തിന് പ്രയാസകരമായിരുന്നില്ല. ആണ് മനസ്സിലാക്കുന്നത്. അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് ഒരു സമയം പോലും അദ്ദേഹം മാറിയിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം തന്റെ ശിഷ്യഗണങ്ങൾക്കിടയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശിഷ്യൻ ഓടി വന്നിട്ട് പറയുന്നു, അല്ലയോ ശൈഖ് അവറുകളെ, നിങ്ങളുടേതാകുന്ന സാധനങ്ങൾ മുഴുവനും കയറ്റി വരുന്നതാകുന്ന കച്ചവട ചരക്ക് പരിപൂർണമായി കടലിൽ വെച്ചുകൊണ്ട് കത്തി നശിച്ചു പോയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ അല്പനേരം മൗനം അവലംബിച്ചു, തല കുമ്പിട്ടു കുറച്ചു നേരം ഇരുന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുവിനാണ് സർവസ്തുതി. ക്ലാസ് ഒരു 3-4 മണിക്കൂർ നീളും. എല്ലാ ദിവസവും അങ്ങനെയാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യമാണ് ബഹുമാനപ്പെട്ടവർ ക്ലാസ് എടുക്കാൻ വേണ്ടി നിലകൊള്ളുക, അഥവാ ഗിരിപ്രഭാഷണം നടത്താൻ വേണ്ടി നിലകൊള്ളുക. വലിയ പ്രഭാഷണ സദസ്സ് സംഘടിപ്പിക്കുക. എല്ലാ ഞായറാഴ്ച ദിവസവുമുണ്ട്, എല്ലാ ചൊവ്വാഴ്ച ദിവസവുമുണ്ട്, എല്ലാ വെള്ളിയാഴ്ച ദിവസവുമുണ്ട്. ഈ 3 ദിവസങ്ങളിലാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പ്രഭാഷണം നടത്തുക. അദ്ദേഹത്തിന്റെ കറാമത്താണ്. ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവനും ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന വ്യക്തിക്കും ഒരേപോലെ അദ്ദേഹത്തിന്റെ സ്വരമെത്തുമായിരുന്നു. ഒരു മൈക്കോ സംഭവങ്ങളൊന്നുമില്ല. ബഗ്ദാദിൽ നിസാമിയ യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്ത് വെച്ച് അദ്ദേഹം നടത്തുന്ന ആ പ്രഭാഷണം കേൾക്കാൻ ലക്ഷത്തിൽ പരം ആളുകളായിരുന്നു തടിച്ചുകൂടിയിരുന്നത്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. ക്ലാസ് തീരാറായി. ആ വ്യക്തി ഓടി വന്നിട്ട് പറഞ്ഞു, അഫ്വൻ യാ ശൈഖു, അല്ലയോ ശൈഖ് അവറുകളെ, മാപ്പാക്കണം. നിങ്ങളുടെ സാധന സാമഗ്രികളുമായി കയറി വന്നതാകുന്ന കച്ചവട ചരക്കല്ല കടലിന്റെ നടുക്കളത്തിൽ വെച്ച് കത്തി നശിച്ചു പോയിട്ടുള്ളത്. മറ്റൊരു വസ്തുവാണ്, മറ്റൊരു ആളുടെ കപ്പല. 38 മണിക്കൂർ താണ്ടിയിട്ടാണ് നമുക്ക് സാധനം വരുന്നത്, അല്ലെ? ബേപ്പൂരിൽ നിന്ന് നമ്മുടെ സ്ഥലത്തേക്ക് സാധനം വരുന്നത്, ചരക്ക് കപ്പൽ വരുന്നത്. നമ്മുടെ ഈ ദ്വീപിലേക്ക് എത്താൻ വേണ്ടി 10-38 മണിക്കൂർ എടുക്കാൻ. അതിൽ വരണം, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അരിയും മറ്റു സാധനങ്ങളും എന്ന് വേണ്ട എല്ലാ സാധന സാമഗ്രികളും എത്താൻ വേണ്ടി
38 മണിക്കൂർ ദൈർഘ്യമുള്ളതാകുന്ന യാത്രയിലൂടെയാണ് ചരക്ക് കപ്പൽ നമ്മളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ചരക്ക് കപ്പലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുമ്പോൾ മറ്റുള്ളതാകുന്ന ആളുകളെക്കാൾ കൂടുതൽ നല്ലതുപോലെ മനസ്സിരുത്തി വായിക്കാനും ചിന്തിക്കാനും കഴിവുള്ളവരാണ് ദ്വീപ് നിവാസികളായ നിങ്ങൾ. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ അള്ളാഹു സൗഖ്യം നസീബാക്കട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട്, അള്ളാഹു ഇതെല്ലാം മാറ്റി റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, മുഹദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്പനേരം മൗനം അവലംബിച്ച് ആദ്യം ഇരുന്നതുപോലെ വീണ്ടും ഇരിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവ്വസ്തുതി. ക്ലാസ് കഴിഞ്ഞു, സബക്ക് കഴിഞ്ഞു, ശിഷ്യന്മാർ വന്നിട്ട് ചോദിച്ചു, എന്താണ് ശൈഖ് അവറുകൾ നിങ്ങൾ പതിവില്ലാതെ ഇങ്ങനെ പറയുന്നതിന്റെ കാര്യമെന്താ? നിങ്ങൾ ഈ വർത്തമാനം പറഞ്ഞതിന്റെ പിന്നിലുള്ളതാകുന്ന രഹസ്യം എന്താണ്? അൽഹംദുലില്ലാഹ് എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇതിന്റെ മായന ഞങ്ങൾക്ക് തിരിയുന്നില്ല. അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിനാണ് സർവ്വസ്തുതി. അതല്ല ചോദിച്ചത്. നിങ്ങളെടുക്കൽ ആദ്യം വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ ശൈഖ് അവറുകളെ, നിങ്ങളുടേതാകുന്ന സാധനങ്ങൾ കയറ്റി വന്നതാകുന്ന കച്ചവട ചരക്ക് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഹംദ് മൊഴിഞ്ഞു. ശേഷം നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ ഹംദ് നിങ്ങളുടെ വായിൽ നിന്ന് വന്നു. ഇതെങ്ങനെ സാധ്യമാകും? മുഹദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ അടുക്കൽ എന്നോടുക്കൽ ശിഷ്യഗണങ്ങളിൽ പെട്ടതാകുന്ന ആ സഹോദരൻ വന്നുകൊണ്ട്, ശൈഖ് അവറുകളുടെ നിങ്ങളുടേതാകുന്ന സാധനങ്ങൾ മുഴുവൻ കയറ്റി വന്നതാകുന്ന കച്ചവട ചരക്ക് കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് പരിപൂർണമായി കത്തിയമർന്നു പോയി എന്ന് പറഞ്ഞപ്പോ ഒരു വേള ഞാൻ എന്റെ മനസ്സിലേക്കൊന്ന് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയതാകുന്ന ഭൗതികമാകുന്ന ആസ്വാദനങ്ങൾ ആസ്വദിക്കാതെ ദുന്യവിയാകുന്ന ജീവിതത്തെ പരിത്യജിച്ചുകൊണ്ട് ആഖിറം കരഗതമാക്കാൻ വേണ്ടി രാപകൽ അധ്വാനിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന എന്റെ സമ്പാദ്യം ഒരു സെക്കൻഡ് കൊണ്ട് കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് പരിപൂർണമായി കത്തി നശിച്ചു എന്ന് പോകുമ്പോ ഞാൻ എന്റെ മനസ്സിലേക്ക് നോക്കി. എന്റെ മനസ്സിന് ദുനിയാവിനോട് പാകപ്പെട്ട മനസ്സാണോ? ദുനിയാവിനോട് താല്പര്യമുള്ള മനസ്സാണോ? ആ സമയത്ത് എന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ എന്റെ ഹൃദയത്തിന് ചാഞ്ചല്യം ഉണ്ടായിട്ടില്ല. എന്റെ ഹൃദയത്തെ ഈമാനിൽ അടിയുറച്ചു നിർത്തിയ അല്ലാഹുവേ, അൽഹംദുലില്ലാഹ്. ദുനിയാവിനോട് ഭൗതികമാകുന്ന ലോകത്തോട് പരിപൂർണമായി വിരക്തി നൽകിയ അല്ലാഹുവേ, എന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങൾ സുഹൃത്തിൻ്റെതാകുന്ന മാധുര്യം നിറച്ചു തന്ന അല്ലാഹുവേ, സുഹൃത്തിന്റെ മാധുര്യം നിറച്ചു തന്ന അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്, നിനക്കാണ് അഖില സ്തുതിയും അല്ലാഹ്. എങ്കിൽ പിന്നെ എന്തിനാ രണ്ടാമത് അൽഹംദുലില്ലാഹ് പറഞ്ഞത്? നിങ്ങളുടെതല്ല മറ്റൊരാളുടെ ആന്ന് കേട്ടപ്പോ അൽഹംദുലില്ലാഹ് വളരെ റാഹത്ത്. നമ്മുടെ അല്ല കേട്ടോ, വലിയ സന്തോഷം. ആ അർത്ഥത്തിലാണോ? ശൈഖ് അവറുകൾ പറയുകയാണ്, ഒരിക്കലുമല്ല, എന്റേതല്ല മറ്റൊരാളുടെയാണെന്ന് ക്ലാസ് കഴിയുമ്പോൾ അതേ വ്യക്തി തന്നെ വന്നുകൊണ്ട് പറഞ്ഞപ്പോ ഞാൻ എന്റെ മനസ്സിലേക്കൊന്ന് നോക്കി. എന്റെ മനസ്സിന് വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടോ? എന്റെ മനസ്സിന് വല്ല ചാഞ്ചല്യം ഉണ്ടായിട്ടുണ്ടോ? ദുന്യാവ് ലഭിക്കാൻ വേണ്ടി വല്ലാത്ത താല്പര്യം കടന്നു വന്നിട്ടുണ്ട് എന്ന് നോക്കുമ്പോ നേരത്തെ എവിടെയാണ് എന്റെ മനസ്സ് നിന്നത്, അതേ സ്ഥലത്ത് തന്നെ എന്റെ മനസ്സ് നിൽക്കുകയാണ്. എന്റെ മനസ്സിനെ മായാതെ പതറാതെ ചിതറാതെ പിടിച്ചു നിർത്തിയ അല്ലാഹുവേ, ദുനിയാവിനോട് ഒരു താല്പര്യമില്ലാതെ പിടിച്ചു നിർത്തിയ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, നിനക്കാണ് അഖില സ്തുതിയും അല്ലാഹ്. ദുനിയാവ് ലഭിക്കുന്നതിന്റെ പേരിലോ ദുനിയാവ് പോയതിന്റെ പേരിലോ ഒരു സന്തോഷമോ സങ്കടമോ ഇല്ലാതെ എന്റെ ഹൃദയത്തെ പിടിച്ചു നിർത്തിയ അല്ലാഹ്, നിനക്കാണ് അഖില സ്തുതിയും അല്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ ഹംദ് പറഞ്ഞത് എന്ന് മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. കഴിയുമോ പ്രിയപ്പെട്ട മുസ്ലിമേ, ദ്വീപ് നിവാസികളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഭർത്താവ് മരിച്ചു എന്ന് കേൾക്കുമ്പോ, മക്കള് മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോ, അവർക്ക് മാരകമാകുന്ന രോഗങ്ങൾ അല്ലാഹു നൽകി എന്ന് കേൾക്കുമ്പോ, ഞാൻ ഖുർആൻ ഓതുന്നവളാണ്, ഞാൻ ദിക്ർ ചെല്ലുന്നവനാണ്, ഞാൻ ഖത്മ് തീർക്കുന്നവനാണ്, എന്റെ ജീവിതത്തിൽ ഇത്ര വലിയ പ്രതിസന്ധികൾ അല്ലാഹു നൽകിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ പഴിചേരുന്നതിന് പകരം പരിശുദ്ധമായ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ മുസ്ലിമേ, മുസ്ലിമത്തെ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ നിമിഷം തന്നെ മാറി ചിന്തിക്കണേ. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന കോടാനുകോടി അനുഗ്രഹങ്ങൾക്ക്
നന്ദി പ്രകാശിപ്പിക്കുന്ന മുഅ്മിനീങ്ങളായി മാറണേ. എന്തെങ്കിലും ഒരു പ്രതിസന്ധി നമുക്ക് വരുമ്പോ, സാമ്പത്തികമായ ഒരു ഞെരുക്കം അല്ലാഹു തരുമ്പോ, ശാരീരികമാകുന്ന എന്തെങ്കിലും ഒരു വൈകല്യം അല്ലാഹു നൽകി പരീക്ഷിക്കുമ്പോ, ആ പരീക്ഷണത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും തയ്യാറാകണം. എങ്കിൽ മാത്രമാണ് ആഖിറം വിജയകരമാകുക. അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ അടുക്കൽ ഒരിക്കൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റഈസുൽ മുഫസ്സിരീൻ അല്ലേ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവല്ലേ, അങ്ങകല മക്കയിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന തായിഫിലേക്ക് യാത്ര ചെയ്ത് ദീനീ പ്രബോധന രംഗത്ത് ശോഭിതമാകുന്ന മുന്നേറ്റം നടത്തി. തായിഫിൻ്റെതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന പള്ളിയുടെ ചാരത്ത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പേര് പിടിക്കപ്പെട്ട മസ്ജിദുൽ ജാമിയുടെ പരിസരത്ത് ഖബർസ്ഥാനിലുള്ളതാകുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ എന്നോട് പറയുകയാണ്, അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഈ പാവപ്പെട്ട അതായിനോട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിച്ചു, അലാ ഉരിയന്നക മിൻ അഹ്ലിൽ ജന്ന, അല്ലയോ അതായേ, സ്വർഗ്ഗാവകാശിനിയായ സ്വർഗ്ഗത്തിൽ ഉറപ്പായും കടക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതാകുന്ന ഒരു പെണ്ണിനെ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? അലാ ഉരിയന്നക മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗാവകാശിയാകുന്ന ഒരു പെണ്ണിനെ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ അതായേ? അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വർഗ്ഗത്തിൽ കിടക്കുന്ന പെണ്ണല്ലേ, എനിക്കൊന്ന് കാണണം, എനിക്കൊരാഗ്രഹമുണ്ട്. സ്വർഗ്ഗത്തിൽ പോകുന്ന പെണ്ണിനെ ദുനിയാവിൽ വെച്ച് തന്നെ കാണിച്ചു തരാൻ പോവാൻ. അത് കൊള്ളാമല്ലോ, ഒന്ന് കാണണം. ഉടനെ കാണിച്ചു കൊടുത്തു. ഹാദിഹിൽ മർഅത്തു സൗദാ, ഈ കാണുന്നതാകുന്ന കറുത്ത കറുമ്പിയാണ്, കരകറുത്ത പെണ്ണാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഈ കറുകറുത്ത പെണ്ണാണ്, ആര് കണ്ടാലും വെറുപ്പുന്നതാകുന്ന, ആര് കണ്ടാലും തിരിഞ്ഞു നോക്കാത്തതാകുന്ന ഒരു രൂപവും ഭാവവുമുള്ള ഈ പാവപ്പെട്ട പെണ്ണുണ്ടല്ലോ, അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിന്റെ പ്രവാചകന്റെ തിരുഹദ്റത്തിലേക്ക് ആ പെണ്ണ് കടന്നു വരുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി അതസറു, യാ റസൂലല്ലാഹ്, ഹബീബായ നബി തങ്ങളെ, എനിക്ക് വല്ലാത്ത രോഗമുണ്ട് റസൂലേ, ഞാൻ സ്ത്രീകളിൽ നിന്ന് വ്യതിരക്തയായ ഒരു പെണ്ണാണ്, എന്റെ ശരീരത്തിൽ അപസ്മാര രോഗം കടന്നു വരാറുണ്ട്. ആളുകളെ തടിച്ചുകൂടുന്ന സ്ഥലത്ത് ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാൽ നിലത്ത് കിടന്നുകൊണ്ട് ഞാൻ ഉരുളാറുണ്ട്. അപസ്മാര രോഗം ചെന്നി വന്നിട്ട് നിലത്ത് കിടന്ന് ഉരുളുകയാണ്. എന്റെ ശരീരത്തിൽ ഞാൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ തന്നെ വെളിവാകാറുണ്ട്, എന്റെ ഔറത്ത് വെളിവാകാറുണ്ട്. റസൂലേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ ഹബീബേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കറുത്ത പെണ്ണിനോട് പറഞ്ഞുവത്രേ, ഇൻശിഅതി സബറതി ഫലകിൽ ജന്ന, അല്ലയോ പെങ്ങളെ, അപസ്മാര രോഗമുള്ള പൊന്നോളെ, നീ ക്ഷമിച്ചാൽ, ഈ രോഗത്തിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറായാൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം വെച്ച് നീട്ടുമേ. ഇത് ദുനിയാവാണ്, ഇത് നശിക്കാനുള്ള ലോകമാണ്. അനശ്വരവും അനന്തവുമായ ലോകത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. നാളെ സ്വർഗ്ഗം നിനക്ക് ശാശ്വതത്വം പതിച്ചു നൽകുന്ന ഗേഹമാണ്. ആ സ്വർഗ്ഗത്തിലേക്കുള്ള ഉടയാടുകൾ ധരിച്ച് മനോഹരമായി നിനക്ക് കഴിയണോ? സ്വർഗ്ഗത്തിൽ നിനക്ക് കടക്കണോ പെങ്ങളെ? ഇൻശിഅതി സബറതി ഫലകിൽ ജന്ന, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗ്ഗമാണ്, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗ്ഗമാണ്. ഈ രോഗത്തിന്മേൽ ക്ഷമിക്കാൻ നിനക്ക് കഴിയണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പെണ്ണിനോട് പറഞ്ഞപ്പോ സ്വഹാബിയത്താകുന്ന കറുകറുത്ത പെണ്ണ് റസൂലുള്ളാഹിയോട് പറഞ്ഞു അത്രേ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, പക്ഷേ ഉദ്ഉല്ലാഹ ലീ അല്ലാ അതകശഫ, അപസ്മാര രോഗം വന്ന് ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ രോഗം വരിക എന്നറിയില്ല. മാരകമാകുന്ന രോഗമാണ്, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന രോഗമാണ്. ഇളക്കം വന്ന് നിരത്തി വീണുമ്പോ വായിലൂടെ വരുന്ന നുരകൾ വന്നുകൊണ്ട് പുറത്തേക്ക് വമിഞ്ഞൊഴുകുമ്പോ ആ സമയത്ത് ഉരുളുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇരുമ്പന്റെ കൈകഷണം എന്റെ കൈകളിലേക്ക് ആരെങ്കിലും പിടിപ്പിച്ചിട്ടില്ല എങ്കിൽ മരണം ഉറപ്പായിട്ടും സുനിശ്ചിതമാണ്. അത്രയേറെ അപകടകരമാകുന്ന രംഗമാണ്. ആ സമയത്ത് ഞാൻ നിലത്ത് കിടന്ന് ഉരുളുമ്പോ എന്റെ ശരീരത്തിന്റെ ഉടയാട്
ആളുകൾ ചിലപ്പോൾ പുറത്തേക്ക് വരാറുണ്ട്. എന്റെ ശരീരത്തിന്റെ നഗ്നമാക്കപ്പെട്ട ഭാഗങ്ങൾ പരപുരുഷന്മാര് കാണാൻ ചാൻസ് ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടം പറയുന്നു. അതുകൊണ്ട് റസൂലേ ഉദ്ഉല്ലാഹ ലീ അല്ലാ അതകശഫ, രോഗത്തിന്റെ മേൽ ശമിക്കാൻ രോഗിയാകുന്ന ഞാൻ പരിപൂർണമായി തയ്യാറാണ് റസൂലേ. നിലത്ത് കിടന്നുകൊണ്ട് അങ്ങനെ സുഖമില്ലാതെ കടന്നുകൊണ്ട് ഉരുളുമ്പോ എന്റെ തുണി മാറിപ്പോകാതിരിക്കാൻ തങ്ങൾ ദുആ ചെയ്യണേ. എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ തങ്ങൾ ദുആ ചെയ്യണേ. രോഗമുള്ള സന്ദർഭത്തിലും രോഗത്തിന്റെ ശിഫയ്ക്ക് വേണ്ടിയല്ല ദുആ പറയുന്നത്. ഉദ്ഉല്ലാഹ ലീ അല്ലാ അതകശഫ, എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ ദുആ ചെയ്യണേ. അന്യരാകുന്ന പരപുരുഷന്മാർക്ക് മുന്നിൽ ശരീരത്തിന്റെ നഗ്നതകൾ തുറന്നിട്ട് കൊടുക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, സ്വന്തം ഭർത്താവ് അറിയാതെ മറ്റുള്ള കാമുകന്മാരുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തുന്ന പെങ്ങളെ, ആ ഭർത്താവ് നിനക്ക് വേണ്ടിയാണ് പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട മാരനെ ചേർത്ത് നിർത്തേണ്ടതിന് പകരം അവനെ ഒഴിവാക്കിയിട്ട് മറ്റുള്ള കാമുകന്മാരോടൊപ്പം വാട്സാപ്പ് കോൾ ചെയ്തുകൊണ്ട് വീഡിയോ കോളുകളിലൂടെയും അല്ലാതെയും ശരീരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഭാഗങ്ങൾ മറച്ചു പിടിക്കേണ്ട ഭാഗങ്ങൾ തുറന്നു കാട്ടുന്ന പെണ്ണേ, എങ്ങനെയാണ് നീ മുഅ്മിനത്താവുക? എങ്ങനെയാണ് നിനക്ക് ആഖിറം കരഗതമാക്കാൻ പറ്റുക? എങ്ങനെയാണ് റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ഭാര്യമാരോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് ചേരാൻ പറ്റുക? എങ്ങനെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈക്ക് പിടിക്കാൻ പറ്റുക? എങ്ങനെയാണ് ഫാത്തിമ ബീവിയോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പറ്റുക? ഈ കരകരത്ത പെണ്ണിനെ പോലെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആദർശം ഹൃദയത്തിൽ കൊണ്ടു നടന്ന് ഹൃദയം പ്രകാശപൂരിതമാക്കിയ സഹോദരിമാർ എത്രയെത്ര മഹത്തുക്കളാകുന്ന വനിതകളാണ്. അവരൊക്കെ നാളെ സ്വർഗത്തിലേക്ക് കടക്കുമ്പോ പെങ്ങളെ നിനക്ക് എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ പെണ്ണ് പറഞ്ഞ ഡയലോഗാ. റസൂലുള്ള പെണ്ണിന് വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, ഈ പെണ്ണിന് അപസ്മാര രോഗം വന്ന് നിലത്ത് വീഴുമ്പോ അവളുടെ ശരീരത്തിൽ നിന്ന് ഉടയാളുകൾ മാറ്റി കൊടുക്കല്ല അല്ലാ, അവളുടെ ഔറത്ത് വെളിവാക്കല്ല അല്ലാ. മരണം വരെയും പിന്നീട് അവൾക്ക് ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഹദീസാണ്, ഹദീസാണ്. മരിക്കുന്നത് വരെ ആ പൊന്നുമോള് അപസ്മാര രോഗത്തിന്മേൽ ശമിക്കുകയാണ്. അത്തരത്തിലുള്ള രോഗത്തിന്മേൽ ശമിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം വനിതകളെ, ചെറുപ്പക്കാരാ, സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ രോഗം വന്നപ്പോൾ ശമിച്ചു എന്ന് മാത്രമല്ല, ആ രോഗം വന്നപ്പോൾ ശമിക്കാൻ തയ്യാറായ പെണ്ണ് ദീൻ മുറുകെ പിടിക്കാൻ തയ്യാറാവുകയാണ്. നിലത്ത് കിടക്കുമ്പോൾ ബോധമില്ലാതെ നിലത്ത് കിടന്ന് ഉരുളുന്ന സമയത്ത് പോലും തന്റെ ശരീരത്തിൽ നിന്ന് നഗ്നമാക്കപ്പെട്ട അവയവങ്ങൾ പരപുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നബി തങ്ങളോട് പറയുകയാണ്. ഉദ്ഉല്ലാഹ ലീ അല്ലാ അതകശഫ. വലിയ ദീനാണ് അവർ മുറുകെ പിടിച്ചത്. ചിന്തിക്കണം സഹോദരൻ. നമ്മളാണെങ്കിലോ നമ്മൾ ഡിസ്കോ ബ്രേക്ക് കളിക്കാൻ വേണ്ടി അതിനുവേണ്ടി പഠിക്കാൻ പോവാ. ഇവിടുന്ന് കൊച്ചിയിലേക്ക് പോകുന്ന റാഹത്തായിട്ട് രാവിലെ കയറിയിരിക്കുക. 2 ദിവസം കഴിഞ്ഞ് എത്തിയാലും കുഴപ്പമില്ല, അവിടെ എത്തിയിട്ട് ഡിസ്കോ ബ്രേക്ക് പഠിക്കണം. മക്കളെ ചാനലുകളിൽ വിടാൻ പോവാൻ, റിയാലിറ്റി ഷോകളിൽ പങ്കെടുപ്പിക്കാൻ പോവാൻ. നാട്ടുകാർ മുഴുവൻ ഞെട്ടട്ടെ, ഞെട്ടിയിരിക്കും, ഞെട്ടി, ഏകദേശം ഞെട്ടി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇനി നരകത്തിലോട്ട് പോകുമ്പോൾ മറ്റൊരു ഞെട്ടലും കൂടെ ഉണ്ടാവും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നാട്ടുകാർ മുഴുവൻ ഞെട്ടട്ടെ എന്ന് കരുതിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോവാ. മക്കളെ റിയാലിറ്റി ഷോയിൽ പൂക്കൾ കാണിക്കുന്നു, അവിടെ ഇവിടെ ചാലി കീറിയത് കാണിക്കുന്നു, കടന്ന് തുള്ളുന്നു റാഹത്തായിട്ട്, പാട്ടൊക്കെ പാടി ഭയങ്കര തുള്ളക്കം. ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഈ അടുത്തു തുടങ്ങിയ അസുഖമാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ടെന്തായി പരീക്ഷണങ്ങൾ മുഴുവനും ഈ സമൂഹത്തിൽ വന്നു ചേർന്നില്ലേ? അധികാരി വർഗങ്ങൾ പോലും പ്രയാസപ്പെടുത്തുന്നതിലേക്ക് ഈ സമൂഹത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അരികുവൽക്കരിക്കുന്നതാകുന്ന ഒരവസ്ഥയിലേക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങളാകുന്ന മുസ്ലിം സമുദായത്തിന് മേൽ അക്രമങ്ങൾ അഴിച്ചു വിടുന്നില്ലേ? നമ്മുടെ ചെയ്തികളാണത് കാരണം. കരയിലും കടലിലും ഉള്ളതാകുന്ന ആളുകൾ അക്രമത്തിന്റെ പ്രവർത്തനങ്ങൾ അഴിച്ചുവിട്ടപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് പ്രയാസങ്ങൾ ചൊരിഞ്ഞത് എന്ന് വിശുദ്ധമായ ഖുർആൻ. മനുഷ്യ, നിങ്ങൾ ചെയ്തതാകുന്ന നീചവൃത്യങ്ങൾ കാരണം നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പരമ്പരകളും ചെയ്തു വെക്കുന്ന നീചവൃത്യങ്ങൾക്ക് കാരണമായിട്ടാണ് ഈ സമുദായത്തിനെ പ്രതിക്കൂട്ടിലേക്ക് ചേർക്കപ്പെടുന്നത്.
ഖുർആനാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്.